പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ നമ്മുടെ കാലിക്കറ്റോട്ടുള്ള നമ്മുടെ കല്ലായില്ല മാനുക്ക നമുക്ക് ഒരുപാട് വണ്ടിയുണ്ട്. നമുക്ക് ഏകദേശം ഇവിടെ ഒരു 10-60 വണ്ടി മേലുണ്ട്. എത്ര മണി സ്റ്റാർട്ടിംഗ് ഏകദേശം നമുക്ക് 16,000 രൂപ മുതൽ സ്റ്റാർട്ടിംഗ്. 16,000 രൂപയുള്ള വണ്ടികൾ ഇപ്പൊ നിലവിലുള്ള സ്റ്റോക്കിലുണ്ട്. നമുക്ക് പുതിയ മോഡൽ 2024 മോഡൽ ബുള്ളറ്റ് കണ്ടുണ്ട്. അതുപോലെ നമുക്ക് R15 എല്ലാ വണ്ടികളും ഉണ്ട്. ഹിമാലയം കിടക്കുന്നുണ്ട്, എക്സ്പൾസ് കിടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഡീറ്റെയിൽ നോക്കാം. മാനുക്ക എങ്ങനെയാണ്? തണ്ടർബേർഡ് എങ്ങനെയാണ്? തണ്ടർബേർഡ് 2019 മോഡൽ ABS വരുന്ന ടൈപ്പാണ്. 2019 ABS വരുന്ന തണ്ടർബേർഡ് അല്ലേ? സിംഗിൾ ഓണർ ആണ്. എത്ര കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടി? 30 ചോട 28 29 അങ്ങനത്തെ 29,000 കിലോമീറ്റർ ഓടിയുള്ളൂ അല്ലേ? അപ്പൊ 29,000 കിലോമീറ്റർ സിംഗിൾ ഓണർ തണ്ടർബേർഡ്. എങ്ങനെ നമ്മുടെ റേറ്റ് വരുന്നത്? 1.15 അല്ലേ? 1,15,000 രൂപ കിട്ടും. 95 രൂപ നമുക്ക് ലോൺ ഫൈനാൻസ് ചെയ്യാം കേട്ടോ. 95,000 രൂപ വരെ ഫൈനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. നല്ല നീറ്റായ വണ്ടി, അത്യാവശ്യം നല്ല വണ്ടിയാണ്. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആക്സിസ് 2017 ആക്സിസ് സിംഗിൾ ഓണർ വണ്ടിയാണ്. 36,000 കിലോമീറ്റർ. 36,000 കിലോമീറ്റർ ഓടി 2017 സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ അല്ലേ? അത്യാവശ്യം നീറ്റാണ് വണ്ടി. ഇത് എങ്ങനെയാ നമുക്ക് റേറ്റ് വരുന്നത്? ഇത് നമുക്ക് വരുന്ന പ്രൈസ് 44,000 രൂപ അല്ലേ? 44,000 രൂപ. അടുത്തതോ? ഇത് 2021 ഫാസിനോ 21 മോഡൽ ഹൈബ്രിഡ് പുതിയ മോഡൽ ഫാഷൻ കേട്ടോ. 25,000 കിലോമീറ്റർ. 25,000 കിലോമീറ്റർ സിംഗിൾ ഓണർ ആണോ? സിംഗിൾ ഓണർ വണ്ടി. പോളിഷ് അടിക്കാണ്ട് വണ്ടി വന്നിട്ടുള്ളൂ. പോളിഷ് അടിക്കാണ്ട് വൃത്തിയാക്കി തരും. അതിന് നമുക്ക് റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 62,000 അല്ലേ? അപ്പോൾ 62,000 രൂപ കിട്ടും ഫാസിനോ. അടുത്ത് ഇത് 2019 റേസെറ്റ് 2019 മോഡൽ റേസെറ്റ് ആർ. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഫസ്റ്റ് സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 23,000 കിലോമീറ്റർ. 23,000 കിലോമീറ്റർ അല്ലേ? കണ്ടീഷനൊക്കെ നല്ല പക്ക. എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 40 രൂപ. 40 രൂപ അല്ലേ? നമുക്ക് ഫൈനാൻസ് വേണമെങ്കിൽ ഒരു 37 വരെ ഫൈനാൻസ് ചെയ്യാം. 37 വരെ ഫൈനാൻസ് വരുന്ന വണ്ടിയാണ്. 37,000 വണ്ടി ഇറക്കാം. പുതിയ മോഡൽ ഗ്ലാമർ ഇത് 2022 മോഡൽ 23 ഡെലിവറിയാണ്. 12,000 ഓടിയിട്ടുള്ളൂ. ആകെ 12,000 കിലോമീറ്റർ. 12,000 കിലോമീറ്റർ ഗ്ലാമർ. ഇത് സീറ്റൊക്കെ മാറ്റി അടിക്കട്ടോ ഞങ്ങള് വണ്ടി വന്നിട്ടുള്ളൂ. എങ്ങനെ നമുക്ക് റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 67 വരും. 67,000 രൂപ അല്ലേ? ചെറിയ സ്ക്രാച്ച് ഉണ്ടല്ലോ ഫണ്ടിൽ. അത് റെഡി ആക്കാണ്ട് റെഡി ആക്കി കൊടുക്കും. ഷൈന് ഹോണ്ട ഷൈൻ 2016 മോഡൽ ഹോണ്ട ഷൈന്. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ ആണ്. KL 11 വരുന്ന വണ്ടി. KL 11 വരുന്നത്. നീറ്റല്ല വണ്ടി? നല്ല വണ്ടി, നീറ്റ് വണ്ടി. എങ്ങനെ നമുക്ക് റേറ്റ് വരുന്നത്? ഇത് നമുക്ക് വരുന്ന പ്രൈസ് 35,000. 35,000 രൂപ. 30,000 രൂപ നമുക്ക് ഫൈനാൻസ് ചെയ്യാം. ഒരു 5 രൂപ വണ്ടി ഇറക്കാം. അപ്പൊ നമുക്ക് 5,000 രൂപ നമുക്ക് ഹോണ്ട ഷൈൻ ഇറക്കാം. ഇത് 2023 സ്പ്ലെൻഡർ പ്ലസ്. 2023 മോഡൽ 4,000 കിലോമീറ്റർ. ആകെ 4,000 ഉള്ളൂ. അപ്പൊ ആകെ 4,000 കിലോമീറ്റർ സ്പ്ലെൻഡർ കേട്ടോ. മഴയായിട്ട് പൊടി പിടിച്ചിട്ടാണ് പൊടിച്ചടിച്ച് നല്ല പക്ക നീറ്റ് ഷോറൂം കണ്ടീഷൻ. പക്ക ഷോറൂം കണ്ടീഷൻ. എങ്ങനെ നമുക്ക് റേറ്റ് വരുന്നത്? ഇത് 70 രൂപ നമുക്ക് വരും. 70,000 രൂപ. 62,000 രൂപ ലോൺ ചെയ്യാം. 62,000 രൂപ വരെ ലോൺ കിട്ടും. വണ്ടി ഇറക്കാം. ആകെ 4,000 കിലോമീറ്റർ വണ്ടി ഓടിയുള്ളൂ. 2020 മോഡൽ 21 ഡെലിവറിയാണ്. ഗ്ലാമർ 20 മോഡൽ 21 ഡെലിവറി. 26,000 കിലോമീറ്റർ ഓടിയത്. 26,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ ആണോ? സിംഗിൾ ഓണർ വണ്ടി. എങ്ങനെ നമുക്ക് റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 55 അല്ലേ? ഒരു 50 രൂപ നമുക്ക് ഫൈനാൻസ് ചെയ്യാം. 5,000 രൂപ വണ്ടി ഇറക്കാം. 5,000 രൂപ ഇറക്കാം ഗ്ലാമർ. 2011 മോഡൽ 12 ഡെലിവറി. 2011 മോഡൽ 12 ഡെലിവറി. 2012 ഡെലിവറി യൂണിക്കോൺ. ഇത് നമുക്ക് വരുന്ന പ്രൈസ് 25,000. 25,000 അല്ലേ? അപ്പൊ 25,000 രൂപക്ക് അത് നല്ലൊരു കളറല്ലേ? സിൽവർ ആണ്. സാധാരണ ഈ കളർ ഇങ്ങനെ കാണല്ലേ? ബ്ലാക്ക് ആണ് അല്ലേ? വൃത്തിയിലുണ്ടോ? പിന്നെ പൾസർ 2012 മോഡലാണ്. 16,000 രൂപ. 2012 മോഡൽ. അപ്പൊ 2012 മോഡൽ പൾസർ 16,000. ഇതൊക്കെ ഞങ്ങൾ ഫിറ്റ് ചെയ്യും. ഇൻഡിക്കേറ്റർ, മിറർ, സ്കൂപ്പ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് കുഴപ്പമില്ല, നീറ്റാക്കി വരും. 16,000 രൂപ വരും. അടുത്ത വണ്ടി 2019 ആണ്. ആക്റ്റീവ 2019 മോഡൽ ആക്റ്റീവ. സർവീസ് ചെയ്യാണ്ട് വണ്ടി വന്നിട്ടുള്ളൂ. ഇത് നമുക്ക് വരുന്ന പ്രൈസ് 52,000. ഓണർഷിപ്പ് എങ്ങനെയാണത്? ഫസ്റ്റ് ഓണർ ആണ്. അതിനൊക്കെ നമുക്കൊരു 48 രൂപ വരെ ഫൈനാൻസ് ചെയ്യാം. 48,000 വരെ ഫൈനാൻസ് ചെയ്യുന്ന വണ്ടി അല്ലേ? നമുക്ക് ഉള്ളിലേ കയറാം. എക്സ്പൾസ് എങ്ങനെയാണ്? എക്സ്പൾസ് 2019 ആണ്. സിംഗിൾ ഓണർ വണ്ടി. 2019 മോഡൽ എക്സ്പൾസ് സിംഗിൾ ഓണർ. 37,000 കിലോമീറ്റർ.
37,000 കിലോമീറ്റർ വണ്ടി. ടയേഴ്സ് ഒക്കെ അത്യാവശ്യം ടയേഴ്സ് ഒക്കെ ഉണ്ട്. ഉണ്ട്, നല്ല വണ്ടിയാണ്. ബാക്കിലൊക്കെ ടയർ ഉണ്ടല്ലേ? ഉണ്ട്, ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാ അപ്പൊ എക്സ്പൾസ് റേറ്റ് വരുന്നത്? അത് 83 കൊടുക്കാം നമുക്ക്. 83,000. അപ്പൊ 83,000 രൂപയ്ക്ക് എക്സ്പൾസ് കിട്ടോ. ഇത് 2019 എൻഡോർക്ക്. 2019 മോഡൽ അല്ലേ? സിംഗിൾ ഓണർ വണ്ടി. 2019 മോഡൽ എൻഡോർക്ക് സിംഗിൾ ഓണർ. നീറ്റാണ്. എത്ര കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടി? ഇത് 34,000. 34,000 കിലോമീറ്റർ വണ്ടി. ഇത് 50,000 റുപ്യ നെറ്റ് പ്രൈസ് വരും. 48-50 റുപ്യന്റെ ചോടയും കൊണ്ട് നമുക്ക് ഫൈനാൻസ് ചെയ്യാം. ചിലപ്പോൾ 1,000-2,000 റുപ്യ ഡൗൺ പേയ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അത്ര പൈസ ഇറക്കാൻ പറ്റും. ഇത് 2023 ക്ലാസിക് ന്യൂ മോഡൽ ഡബിൾ ഡിസ്ക് വരുന്ന വണ്ടിയാണ്. 2023 ന്യൂ മോഡൽ ക്ലാസിക് ഡബിൾ ഡിസ്ക് വരുന്നല്ലേ? പുതിയ വണ്ടിക്ക് 1,70 അടുത്ത് വരുന്നുണ്ട്. വണ്ടി 2,70 സോറി 2,70 അടുത്ത് വരുന്നില്ലേ? ഇത് നമുക്കൊരു 18,000 കിലോമീറ്റർ ഓടിയത് 1,90 കൊടുക്കാം നമുക്ക്. 1,90. സിംഗിൾ ഓണർ വണ്ടിയാണ്. ABS രണ്ട് ബ്രേക്ക് ABS ആണ്, ഡിസ്ക് ബ്രേക്ക് ആണ്. എന്താ ബുള്ളറ്റ് പറയുന്നത് അങ്ങനെ പറയാൻ കാരണം 3-4 ഐറ്റംസ് വണ്ടികൾ വരുന്നുണ്ട്. ഇത് ഏറ്റവും ടോപ്പാണ്. അതാണ് അങ്ങനെ പറയാൻ കാരണം. ഇത് ഡ്യുവൽ ABS വരുന്നുണ്ടോ? ഡ്യുവൽ ABS വരുന്ന വണ്ടിയാണ്. KL55 വരുന്ന വണ്ടിയാണ്. മോഡൽ ഇന്റർസെപ്റ്ററിന്റെ മോഡൽ എഞ്ചിന്റെ പീസ് വരുന്ന വണ്ടിയാണ്. സ്റ്റാൻഡേർഡ് ക്ലാസിക്കല്. ഓക്കെ ആ ഒരു ഇതിലല്ലേ? അടുത്ത വണ്ടി ഇത് 2017 സ്റ്റാൻഡേർഡ് ആണ്. 2017 മോഡൽ സ്റ്റാൻഡേർഡ് സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ അല്ലേ? കണ്ടീഷൻ ഒക്കെ പക്കല്ലേ? പക്ക വണ്ടി. എത്ര കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടി? ഇത് 43,000 കിലോമീറ്റർ അല്ലേ? KL55 വരുന്ന വണ്ടിയാണ്. എങ്ങനെ നമുക്ക് റേറ്റ് വരുന്നത്? നമുക്ക് 85 85,000 രൂപ. നമുക്കൊരു 70 റുപ്യ വരെ ഫൈനാൻസ് ചെയ്യാം. 70,000 15 റുപ്യ വണ്ടി ഇറക്കാം. 15,000 രൂപ നമുക്ക് ബുള്ളറ്റ് ഇറക്കാം. ഇത് തണ്ടർബേർഡ് 2015 മോഡൽ തണ്ടർബേർഡ്. അലവില് ഇത് വരുന്ന വണ്ടിയാണ്. അലവിൽസ് വരുന്ന വണ്ടിയാണ്. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഫസ്റ്റ് ഓണറാണ്. റേറ്റ് എങ്ങനെ നമുക്ക്? ഇത് നമുക്ക് ഒരു 72 കൊടുക്കാം. 72,000 രൂപ കൊടുക്കാം. തണ്ടർബേർഡ് 50 റുപ്യ ഫൈനാൻസ് ചെയ്യാം. 50,000 ഫൈനാൻസ് ചെയ്യാം അല്ലേ? ഹിമാലയ 2018 മോഡല്. 2018 ഹിമാലയ 38,000 കിലോമീറ്റർ. 38,000 കിലോമീറ്റർ ഓടിക്കുന്നത്. സിംഗിൾ ഓണാണോ? തേർഡ് ഓണർ വണ്ടിയാണ്. KL8 വരുന്ന വണ്ടിയാണ്. 1,42,000 വരും പ്രൈസ്. 1,42 കേട്ടോ. ഇത് 2 ടൈപ്പ് ഫൈനാൻസ് ഉണ്ട്. ഒരു ടൈപ്പ് 1 ലക്ഷം റുപ്യ ചെയ്യാം. മറ്റേ ടൈപ്പ് 1,30 വരെ നമുക്ക് ചെയ്യാം. 1,30 വരെ ഫൈനാൻസ്. 2 ഫൈനാൻസ് ഉണ്ട്. 2 കാറ്റഗറിയാണ് ഫൈനാൻസ്. ഒന്നുക്ക് രണ്ടിനും ഫോർമാലിറ്റി വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. 2 ചെയ്യാം. 1,30 വരെയൊക്കെ ലോൺ വരുന്ന വണ്ടി കേട്ടോ. 2015 ക്ലാസിക്. 2015 മോഡൽ ക്ലാസിക് സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ അല്ലേ? സിൽവർ. 35,500 കിലോമീറ്റർ. 35. നമുക്ക് റേറ്റ് വരുന്നത് എങ്ങനെയാണ്? ഇത് നമുക്ക് വരുന്നത് 70,000 റുപ്യ. 70,000 അല്ലേ? 50,000 റുപ്യ ലോൺ ചെയ്യാം. 50,000 വരെ ലോൺ കയറും. 20,000 വേണ്ട വണ്ടി ഇറക്കാം. 20,000 രൂപ ബുള്ളറ്റ് ഇറക്കാം. ഇത് 2019-20 ഡെലിവറി ഉള്ള ആക്ടിവ 5G. 2019-20 ഡെലിവറി. സിംഗിൾ ഓണർ വണ്ടി. 18,000 കിലോമീറ്റർ. 18,000 കിലോമീറ്റർ ആക്റ്റീവ് കേട്ടോ. റേറ്റ് എങ്ങനെയായിരുന്നു? അത് നമുക്ക് 53 അല്ലേ? അപ്പൊ 53,000 രൂപ കേട്ടോ. അടുത്ത ആക്സസ് അത് നമുക്ക് ഒരു 50 റുപ്യ വരെ ഫൈനാൻസ് ചെയ്യാം. 3,000 റുപ്യ വണ്ടി 3,000 ഇറക്കാം. അപ്പൊ 3,000 രൂപ നമുക്ക് വണ്ടി ഇറക്കാം. ഇത് 2021 മോഡൽ 22 ഡെലിവറിയാണ്. 21-22 23,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. 23,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. 23,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. നമുക്ക് എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 75 വരും. ഡിസ്ക് ബ്രേക്ക് വരുന്നതാണ്. 75,000 രൂപ അല്ലേ? അപ്പൊ 75,000 രൂപ കേട്ടോ. ഇത് 2021 ബേസ് മോഡൽ ആക്സസ്. 2021 മോഡൽ ബേസ് മോഡൽ അല്ലേ? 32,000 കിലോമീറ്റർ. 32,000 കിലോമീറ്റർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. ഇത് നമുക്ക് 73 വരാം. 73 അല്ലേ? 73 മാക്സിമം ലോൺ ചെയ്യട്ടോ. 8 റുപ്യ 7 റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടികൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഇറക്കാൻ പറ്റൂല്ലേ? പിന്നെ ഇത് 2018 ജൂപ്പിറ്റർ. 2018 മോഡൽ ജൂപ്പിറ്റർ സിംഗിൾ ഓണർ വണ്ടി. 27,000 കിലോമീറ്റർ. 27,000 കിലോമീറ്റർ വണ്ടി അല്ലേ? കണ്ടീഷൻ അല്ലേ? പക്ക. എങ്ങനെയാ റേറ്റ് വരുന്നത്? അത് നമുക്ക് 48 വരും. 48 അല്ലേ? 48,000 രൂപ കേട്ടോ. ഇത് 2019 മാസ്ട്രോ എഡ്ജ്. 2019 മോഡൽ മാസ്ട്രോ എഡ്ജ്. അത് ഫുള്ള് ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഫുൾ ലോണില് 40 റുപ്യ വരും. 40 റുപ്യ ലോൺ ചെയ്ത് കൊടുക്കാം. വരിക വണ്ടി എടുത്ത് പോവാം. അപ്പൊ ഫുൾ ലോണില് വണ്ടി 40,000 രൂപ കൂടെ. മാസ്റ്റർ മോഡൽ ആയിരുന്നു 2019 മോഡൽ. സിംഗിൾ ഓണർ ആണോ? സിംഗിൾ ഓണർ വണ്ടി. എത്ര കിലോമീറ്റർ ആയിരുന്നു?
അത് 24 അങ്ങനത്തെ ഓടിയിട്ടുണ്ട്. 25,000 കിലോമീറ്റർ അല്ലേ? 25,000 കിലോമീറ്റർ അത്യാവശ്യം നല്ല നീറ്റ് മാറ്റ് ബ്ലൂവിൽ വരുന്ന വണ്ടി കേട്ടോ. അടുത്ത് അത് 2013 മാസ്ട്രോ. 2013 മോഡൽ മാസ്ട്രോ. ഓണർഷിപ്പ് എങ്ങനെയാണിത്? അത് സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ഓണർ വണ്ടി വണ്ടി പക്കാണ്. മിററൊക്കെ ഞങ്ങൾ വെച്ച് തരാം. കിലോമീറ്റർ ഏകദേശം ഉണ്ടാവും? അത് 56 ഓടിയിട്ടുണ്ട്. 56,000 കിലോമീറ്റർ ഓടിക്കുന്നത്. എങ്ങനെ നമുക്ക് റേറ്റ് വരുന്നത്? 18 രൂപ. 18,000 രൂപ. 18,000 കിട്ടും മാസ്ട്രോ. ഇത് 2022 ആക്റ്റീവ് ഓഫ് 60. 2022 ആണ്. 22 മോഡൽ. അത് 16,000 കിലോമീറ്റർ ഓട്ടുള്ളൂ. 16,000 ആകെ ഓടിയുള്ളൂ. 16,000 കിലോമീറ്റർ വണ്ടി കേട്ടോ. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ വണ്ടി. എങ്ങനെ നമുക്ക് റേറ്റ് വരുന്നത്? അത് നമുക്ക് 75 ആണ് വരുന്നത്. 75,000 രൂപ അല്ലേ? ഇത് ഗ്ലാമർ 2018 മോഡൽ ഗ്ലാമർ സിംഗിൾ ഓണർ വണ്ടിയാ. സിംഗിൾ ഓണർ ഗ്ലാമർ. 46,000 കിലോമീറ്റർ. 46,000 കിലോമീറ്റർ വണ്ടി. അങ്ങനെ നമുക്ക് റേറ്റ് വരുന്നത്? അത് നമുക്ക് വരുന്ന പ്രൈസ് 45. 45,000 രൂപ അല്ലേ? അത് 40,000 രൂപ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 40,000 രൂപ ലോണും കയറുന്ന വണ്ടിയാണ് ഇത്. എഫ്സെറ്റ് 2014 2014 മോഡൽ എഫ്സെറ്റ്. അത് 27,000 കൊടുക്കാം നമുക്ക്. 27,000 രൂപക്ക് കിലോമീറ്റർ അത് ഓടിയിട്ടുണ്ട്. 60,000 ഓടിയിട്ടുണ്ട്. അടുത്ത വണ്ടി ഇത് 2015 150 പൾസർ. 2015 150 കേട്ടോ. സർവീസ് ഒന്ന് വൃത്തിയാക്കാണ്ട് മഴ പെയ്തിട്ടേ ഓടി പിടിച്ചെടുക്കാം. ഇത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ഓണർ വണ്ടി. അത് 27,000 കൊടുക്കാം നമുക്ക്. 27,000 രൂപ അല്ലേ? 27,000 രൂപ കേട്ടോ. ഇത് 2016 R15 V2. 2016 മോഡൽ. 16 മോഡൽ R15 V2 കേട്ടോ. V2 ഒക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി അല്ലേ? നല്ല വണ്ടി. എങ്ങനെ നമുക്ക് റേറ്റ് വരുന്നത്? 50,000 രൂപ. 50,000 രൂപ അല്ലേ? അത് നമുക്കൊരു 47 ഫൈനാൻസ് ചെയ്യാം. 47,000 രൂപ ഫൈനാൻസ് ചെയ്യുന്ന വണ്ടിയാണ്. 3000 വണ്ടി വെക്കാം. പിന്നെ R15 V3 ന്യൂ മോഡൽ 2022 ഉണ്ട്. ഉണ്ടല്ലേ? അത് ഒന്ന് ഉച്ചയ്ക്ക് എത്തുള്ളൂ. സർവീസ് സെന്ററിൽ റേറ്റ് വരും ആവശ്യം? അത് 155 വരിക. 155 അല്ലേ? അത് പിന്നെ നീറ്റ് വണ്ടിയാ. V3 സ്പെഷ്യൽ എഡിഷൻ ആണ്. സ്പെഷ്യൽ എഡിഷൻ അല്ലേ? ഇതെങ്ങനെയാണ്? 2018 ആണ്. ഫാസിനോ. ഇത് വൃത്തിയാക്കി കൊടുക്കാം നമുക്ക്. നമ്പർ റോഡ് മാറ്റും. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി തരും. എങ്ങനെയാ പോയി റേറ്റ്? 40 രൂപ വരും. 40,000 രൂപ. 36 രൂപ ലോണും ചെയ്യാം നമുക്ക്. 36,000. അടുത്ത് 2014 ഗ്ലാമർ. 14 മോഡൽ ഗ്ലാമർ അല്ലേ? സിംഗിൾ ഓണർ ആണോ വണ്ടി? സിംഗിൾ ഓണർ വണ്ടിയാ. എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 24,000 രൂപ. 24,000 രൂപ അല്ലേ? ഇത് 2018 മോഡല് 19 ഡെലിവറി. 2018-19 ഡെലിവറി. തണ്ടർബേർഡ് എക്സ്. തണ്ടർബേർഡ് എക്സ് അല്ലേ? ഓണർഷിപ്പ് എങ്ങനെയാണ്? ഫസ്റ്റ് ഓണർ. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. കണ്ടീഷൻ അല്ലേ? കണ്ടീഷൻ. എങ്ങനെ നമുക്ക് റേറ്റ് വരുന്നത്? 1,700 വരും നമുക്ക്. 1,700. 1,07,000 രൂപ. 1,07,000 രൂപ. 95 രൂപ ഫൈനാൻസ് ചെയ്ത് കൊടുക്കാം. 95 രൂപ ഫൈനാൻസ് അല്ലേ? ഇതെങ്ങനെയാണ്? ഏവിയേറ്റർ 2019 ആണ്. 2019 ഏവിയേറ്റർ. സിംഗിൾ ഓണർ വണ്ടി. എത്ര കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടി? കിലോമീറ്റർ 22,000 കിലോമീറ്റർ. 22,000 കിലോമീറ്റർ ഓടിക്കുന്നത്. എങ്ങനെയാ നമുക്ക് റേറ്റ് വരുന്നത്? ഇത് 50,000 രൂപ. 50,000 രൂപ അല്ലേ? ഇതൊക്കെ നമുക്ക് മാക്സിമം ലോൺ കയറും കേട്ടോ. മാക്സിമം ലോൺ കയറുന്ന വണ്ടിയാണ് ഏവിയേറ്റർ ഒക്കെ. അടുത്ത് ഇത് പറഞ്ഞില്ലല്ലോ. ഇത് 2023 ജൂപ്പിറ്റർ. 2023 മോഡല്. 5,000 കിലോമീറ്റർ ഓട്ടുള്ളൂ. 5,000 കിലോമീറ്റർ അല്ലേ? സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടിയാണ്. എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 80,000 രൂപ. 80,000. 80,000 രൂപ അല്ലേ? പിന്നെ നമ്മുടെ ലോണിന്റെ ഏതൊക്കെ ലോൺ നമ്മൾ ചെയ്യുന്നത്? മാക്സിമം ബൈക്ക് ബസാർ ചെയ്യുന്നുണ്ട്, ധനലക്ഷ്മി ചെയ്യുന്നുണ്ട്, സൂപ്പർ ഉണ്ട്. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ബൈക്ക് ബസാർ ആണ്. പിന്നെ നമ്മുടെ പലിശ കാര്യമാണ് എങ്ങനെയാണ്? ബൈക്ക് ബസാർ ആകുമ്പോൾ 15.5, ലേഡീസ് സ്കീമാണ് 13.5. 13.5 അല്ലേ? മറ്റേതാണെങ്കിൽ 16% വരും ബാക്കിയുള്ളതൊക്കെ. പിന്നെ ബൈക്ക് ബസാർ ആകുമ്പോൾ ഡോക്യുമെന്റ് കുറവാണ്. എന്തൊക്കെയാണ്? ആധാർ കാർഡും ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പിയും. ആദ്യം പാൻ കാർഡ് ഉണ്ടെങ്കിൽ പാൻ കാർഡ്, ഇല്ലെങ്കിൽ നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ മതി. പിന്നെ സിവിൽ കറക്റ്റ് ആയിരിക്കണം. എല്ലാ ബാങ്കിലും സിവിൽ കറക്റ്റ് ആണോ? ഇവർക്ക് പ്രൊസീജിയർ കുറവാ. നമുക്ക് സിവിൽ ഇല്ലാത്തവർക്ക് എന്താ ചെയ്യാൻ പറ്റുമോ? സിവിൽ ഇല്ലാത്തവർക്ക് നമുക്ക് സൂര്യ ഫൈനാൻസ് ചെയ്തെടുക്കാൻ പറ്റില്ല. അത് 50,000 രൂപ വരെ നികുതി ഷീറ്റ് വേണ്ട. 50,000 മേലോട്ടേക്ക് എടുക്കുമ്പോൾ അത് 18% വരും. 18% മറ്റേ 13 ആവും. 15.5 13.5 അങ്ങനെ ആവുള്ളൂ അല്ലേ? നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ ആയിട്ട് വരുന്നത് അത് കോഴിക്കോട് കാലിക്കറ്റ് ടൗണിൽ വരുമ്പോൾ പുഷ്പ ജംഗ്ഷൻ കഴിഞ്ഞ അടുത്ത ബസ് സ്റ്റോപ്പ് പട്ടാമ്പയിൽ കല്ലായി പാലം എത്തുന്നതിന്റെ തൊട്ട് മുന്നേ തന്നെ. അവിടുന്ന് വരുമ്പോൾ കല്ലായി പാലം ഇറങ്ങി കഴിഞ്ഞാൽ പട്ടാമ്പയിൽ ഈസ്റ്റ് കല്ലായി എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരികയാണെങ്കിൽ എന്തെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കലുണ്ട്. അപ്പോൾ വരികയാണെങ്കിൽ നമ്മളെ വീഡിയോ കണ്ടു വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനനുസരിച്ച് ചെയ്തു തരും. അപ്പോൾ ഒരുപാട് വണ്ടികളുണ്ട്. പിന്നെ ഞങ്ങളെ മാങ്കാവ് ഷോപ്പിലും വണ്ടികളുണ്ട്. വേറെ നമുക്ക് അടുത്ത സ്ഥലത്ത് വീഡിയോ ചെയ്യാം. അവിടെ വണ്ടികളുണ്ട്. വണ്ടികളൊക്കെ ഉണ്ടല്ലേ? അപ്പൊ ഇവിടെ വന്ന വണ്ടികൾ കുറെ സർവീസ് ചെയ്യാനൊക്കെ ഉള്ള വണ്ടികളാണ്. അതാണ്
മഴ പെയ്തം കൊണ്ട് അതെ ബുദ്ധിമുട്ടാണ്, ഒന്ന് പൊടി പിടിച്ച് കിടക്കുന്നതാണ്. പക്ഷെ ഒരുപാട് ഒക്കെ നല്ല വണ്ടികളാണ്. അപ്പൊ എന്തായാലും വണ്ടിയൊക്കെ കസ്റ്റമർക്ക് വർക്ക്ഷോപ്പ് കൊണ്ടുപോയി കാണിച്ച് ചെക്ക് ചെയ്യാനുള്ള ഇതൊക്കെ ഞങ്ങൾ എവിടെ വേണേ കൊണ്ട് ചെക്ക് ചെയ്യാം, എവിടെ വേണേ കൊണ്ട് ചെക്ക് ചെയ്ത് കൺഫേം ആയതിനു ശേഷം എടുത്താൽ മതി. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റേ നല്ലൊരു വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ.